നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് യാബോക്ക് കടവിൽ ദൂതനോട് മല്ല് പിടിച്ചു. യാക്കോബ് തൻ്റെ പുരുഷ പ്രായത്തിൽ പൊരുതി ജയിച്ചു. ഒരു രാത്രി മുഴുവൻ യാക്കോബ് പ്രാർത്ഥനയിലായിരുന്നു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നീണ്ട 20 വർഷത്തെ കഷ്ടനഷ്ടങ്ങളുടെ ഓർമ്മകൾ തന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. പിന്നെയും മുൻപോട്ട് പോകാൻ ശ്രമിക്കും തോറും തൻ്റെ സഹോദരനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നലകളിൽ സഹോദരനോട് ചെയ്ത ചതി തനിക്ക് നൽകുന്നത് ഭയമാണ്. ആ ഓർമ്മകൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. യാബോക്ക് എന്ന കടവിൽ യാക്കോബ് പൊരുതുകയാണ്, മല്ല് പിടിക്കുകയാണ്. ഹോശേയ പ്രവാചകൻ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി: യാക്കോബ് ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരു കരച്ചിലായിരുന്നു. രാത്രി മുഴുവനും കരയുകയായിരുന്നു. മല്ല് പിടിച്ചു, പൊരുതി എന്നുള്ള വാക്കുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ആ പോരാട്ട പ്രാർത്ഥന കരച്ചിലായിരുന്നു. ആ മല്ല് പിടുത്തം കരച്ചിലായിരുന്നു. എവിടെവരെ നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടന്നു പോകും ദൈവമല്ല. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ശക്തിയുണ്ട്. ഗദരദേശത്തേക്ക് യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ആ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് ലഗിയോൻ ബാധിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യൻ നിലവിളിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭൂതം അവനെ വല്ലാതെ ഞെരുക്കുമ്പോൾ മറുഭാഗത്ത് അവൻ്റെ അകത്തെ മനുഷ്യൻ നിലവിളിക്കുകയാണ്. യേശു കർത്താവ് നിലവിളി കേട്ട് ഗദരദേശത്തിലേക്ക് അടുത്തു വരികയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായി നുകത്തിൻ്റെ കീഴിൽ നിലവിളിക്കുകയാണ്. ദൈവം ഉൾപ്പടർപ്പിലേക്ക് ഇറങ്ങി വരികയാണ്. മോശയ്ക്ക് നിയോഗവും അധികാരവും കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നിലവിളിയെ ദൈവം മറികടന്ന് പോകുകയില്ല. ഹന്ന ദൈവാലയത്തിൽ വന്ന് കരയുകയാണ്. അന്നവൾ വളരെ കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ആ വളരെ കരഞ്ഞ പകൽ ദൈവത്തിൻ്റെ ആലോചന പുറപ്പെട്ടു. പിന്നെ അവളുടെ മുഖം വാടിയില്ല. ശമൂവേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ പുറത്തു വരികയാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ അടിമത്വത്തെ വീണ്ടെടുക്കുവാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ കരയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന അതൊരു വലിയ പോരാട്ട പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് കരയാൻ കഴിയുന്നുണ്ടോ? ദൈവം ആ നിലവിളിയെ മറികടന്ന് പോകുകയില്ല. ശക്തമായ ചില ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അവിടെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. അത് കണ്ണുനീരോടെയാണെങ്കിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഒരു കൊയ്ത്തുണ്ട്, അത് മറുപടിയാണ്. കണ്ണുനീരിൻ്റെ മറുപടി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.